ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരിക്കലും മറികടക്കാനാവാത്ത റെക്കോർഡെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ളൊരു റെക്കോർഡാണ് ബ്രയൻ ലാറ ഇംഗ്ലണ്ടിനെതിരെ നേടിയിട്ടുള്ള ആ ഒരു 400 റൺസ്. 2004 ആ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഇന്നിങ്സ് പിറക്കുന്നത്. അതിനുശേഷം 21 വർഷമായിട്ട് അത് തകർക്കപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പലരും ആ ഒരു റെക്കോർഡ് മറികടക്കുമെന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നെങ്കിലും അതൊക്കെ ഫെയിലായി പോകുന്ന സാഹചര്യങ്ങളിലാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ വീണ്ടും ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള വിയാൻ മൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള താരം ഈ ഒരു റെക്കോർഡ് ഒരു പക്ഷേ മറികടന്നേക്കാം എന്നുള്ള തരത്തിലൊക്കെ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് 300 കഴിഞ്ഞൊക്കെ പോകുന്നൊരു സാഹചര്യത്തിൽ ആ തരത്തിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരുന്നു. പലരും അതിനുശേഷം ആ ഒരു മത്സരം കാണാത്തവർ പോലും കാണാനിരുന്നു. പക്ഷേ 367 എന്ന് പറയുന്ന സ്കോറിൽ അദ്ദേഹം എത്തുന്ന സമയത്ത് തൻ്റെ ടീം 626-ന് 5 വിക്കറ്റ് എന്ന കൂറ്റൻ സ്കോർ അടിച്ചു നിൽക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യാമെന്ന തീരുമാനത്തിലേക്കാണ് സൗത്ത് ആഫ്രിക്ക പോയത്. അപ്പോഴുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റത്തിൽ, കാരണം 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് എന്ന നിലയിലേക്കാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5 ഓവർ പോലും വേണ്ടി വരില്ലായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് 400 എന്ന് പറയുന്ന ആ ഒരു വലിയ റെക്കോർഡ് മറികടക്കാനായിട്ട്. പക്ഷേ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അദ്ദേഹം ഡിക്ലെയർ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, 114 ഓവർ മാത്രമാണ് സൗത്ത് ആഫ്രിക്ക കളിച്ചത്. എന്നിട്ടാണ് ഇത്രയും ഒരു കൂറ്റൻ സ്കോർ അടിക്കുന്നത്. അതായത് 1.5 ദിവസം പോലും സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇതിനുശേഷം മൾഡർ കാണിച്ച മണ്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്രിക്കറ്റ് ആരാധകർ ട്രോളുന്ന തരത്തിലൊക്കെ വരെ കാര്യങ്ങൾ പോയിരുന്നു. കാരണം ഇത്രയും അവസരം ഉണ്ടായിരുന്നല്ലോ എന്നുള്ള തരത്തിലൊക്കെ. എന്നാൽ സിംബാബ്വെ ബാറ്റ് ചെയ്യാൻ എത്തി 170 എന്ന് പറയുന്ന സ്കോറിൽ ഓൾ ഔട്ട് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു 43 ഓവർ മാത്രം കളിച്ച് അതിനുശേഷം ഫോളോ ഓൺ ഒഴിവാക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും സിംബാബ്വെ ബാറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പോഴും 2 ദിവസം മാത്രമാണ് മത്സരം കഴിഞ്ഞിരിക്കുന്നത്. സോ 5 അല്ല 10 15 ഓവർ അധികം കളിച്ചിരുന്നെങ്കിലും ഈ കളിയിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പല ആരാധകരും സംസാരിക്കുന്നത്. എന്നാൽ മൾഡർ പിന്നീട് കൊടുത്തിട്ടുള്ളൊരു പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്കോർ ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ താൻ കോച്ചുമായിട്ട് കൂടി ചേർന്ന് ആലോചിച്ചെടുത്തിട്ടുള്ളൊരു ഡിസിഷനാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്രയൻ ലാറ ഒരു ലെജൻഡാണ്, അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അവിടെ നിലനിൽക്കട്ടെ, ഇനിയും അങ്ങനത്തെ ഒരു അവസരം വന്നു കഴിഞ്ഞാലും അദ്ദേഹം അത് മറികടക്കില്ല എന്നൊക്കെ ഉള്ളതാണ് മൾഡർ പറഞ്ഞത്. എന്നാലും ആരാധകരുടെ കലിപ്പങ്ങട്ട് തീരണില്ലല്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകരൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഈ പറഞ്ഞ മണ്ടൻ തീരുമാനമാണെന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാരണങ്ങൾ ഒരു പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയാണ് ബ്രയൻ ലാറ ഈ പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു നേട്ടം 400 എന്ന് പറയുന്ന സ്കോർ നേടുന്നത്. ഈ ഒരു മത്സരം സിംബാബ്വേക്കെതിരെയാണ്. സിംബാബ്വെ നമുക്കറിയാം ദുർബലരായിട്ടുള്ളൊരു ടീമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ടീമിനോട് 400 റൺസ് നേടി ലാറയുടെ ആ റെക്കോർഡ് മറികടക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതായിരിക്കാം. പിന്നെ നിലവിൽ ഈ ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന രീതി ക്രിക്കറ്റിൻ്റെ ഒരു കാര്യത്തിൽ നിന്നൊക്കെ മാറി വരുന്നൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ടീമിൻ്റെ ഒരു റിസൾട്ട്, അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഫാക്ടറായിട്ട് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു തീരുമാനം എടുക്കാൻ പ്രത്യേകിച്ച് ഒരു മടിയും ഇല്ലാതിരുന്നു എന്നുള്ളതാണ്. ഇനി ലാറയുടെ ആ ഹിസ്റ്റോറിക് ഇന്നിങ്സിനെ പറ്റി പറയാം. 2004 ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിലേക്ക് ഒരു ടെസ്റ്റ് പരമ്പര കളിക്കാനായിട്ട് എത്തുന്നത്. 4 മത്സരങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു പരമ്പരയായിരുന്നു. ആ 4 മത്സരങ്ങളുടെ 4ാമത്തെ മത്സരത്തിലാണ് ലാറ ഈ 400 എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ സ്വന്തമാക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 മത്സരങ്ങളും വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ട് വിജയിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 4ാമത്തെ മത്സരം വെസ്റ്റ് ഇൻഡീസിന് സ്വന്തം കാണികളുടെ മുൻപിൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് 4ാമത്തെ ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങി 751-ന് 5 എന്ന് പറയുന്ന ഒരു നിലയിൽ ആണ് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഏതാണ്ട് 2 ദിവസത്തോളം വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ബ്രയൻ ലാറയ്ക്ക് 400 അടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇത്രയും നീണ്ടു നിന്ന ഒരു ഇന്നിങ്സ് ഉണ്ടായത് എന്നൊക്കെയുള്ളതും അന്ന് തന്നെയൊക്കെ പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം എന്തായി എന്നും കൂടി നമ്മൾ നോക്കണം. കാരണം 2.5 ദിവസം ബാറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് ഇംഗ്ലണ്ട് ആദ്യ ഇന്നിങ്സിൽ പെട്ടെന്ന് ഔട്ടായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ആ ഒരു മത്സരം ഒരു സമനിലയിൽ കലാശിക്കുകയായിരുന്നു. 3-0 എന്ന നിലയിൽ ആ സീരീസ് ഇംഗ്ലണ്ട് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സ്വന്തം നാട്ടിൽ നടന്നിട്ടുള്ള ഒരു സീരീസിൽ വെസ്റ്റ് ഇൻഡീസിന് ഒരു മത്സരം പോലും വിജയിക്കാനും സാധിച്ചില്ല. അതായത് വെസ്റ്റ് ഇൻഡീസിൻ്റെ 751 എന്ന് പറയുന്ന സ്കോർ കൊണ്ടും ലാറയുടെ 400 എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ സ്കോർ കൊണ്ടും ടീമിന് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടില്ല. ഒരു റെക്കോർഡ് സംഭവിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഈ റെക്കോർഡ് തകർക്കപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും തകർക്കപ്പെട്ടേക്കാം. അതിനുള്ള
കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽ ഗെയിമിന് അപ്പുറത്തേക്ക് ഇപ്പം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പൊക്കെ വന്ന നിലയ്ക്ക് ഓരോ മത്സരങ്ങളിലെ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊക്കെ എങ്ങനെ അത് തകർക്കപ്പെടും എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയേണ്ടതുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ്റ്റ് ചെയ്താൽ മതി. സൈനിങ് ഓഫ്.